ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വയനാട് ട്രിപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ KSRTC ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ആ കാർഡ് കണ്ടെത്തി തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വയനാട് ഇതാ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണ്. ഇത് 9 മണി തൊട്ട് 5:30 വരെയാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പൈസ കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 30 രൂപയാണ് കേട്ടോ. ഇവിടെ ഫുള്ളും നല്ല വ്യൂ ആണ്. കുഞ്ഞു പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ട ഒരു കായയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പറ്റുന്ന കുറച്ചധികം റൈഡ്സും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചുമർപ്പണികളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്, എവിടെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും ഉണ്ട്. ഇതൊക്കെ കണ്ട് വായിച്ചു നിന്നാൽ സമയം പോകുന്നത് തീരെ അറിയില്ല കേട്ടോ. ഇപ്പം ഈ മുകളിൽ കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ടോ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി, ഇത് ആർട്ടിഫിഷ്യൽ അല്ല, റിയലാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം. ഇതൊക്കെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഈ സ്ഥലത്തൊക്കെ ഫുൾ ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയുമാണ് കാണാൻ. പിന്നെയും നമ്മൾ വരികയാണെങ്കിൽ പഴശ്ശിരാജയുടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ ഫോട്ടോസും എടുക്കാം. പിന്നെ നമ്മൾ കുറച്ചും കൂടി വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ഊനാലൊക്കെ ഉണ്ട്. ഈ ഊനാലിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ആടാൻ. ഇനി ഞാൻ വരുമ്പോഴേ നോക്കി വെച്ച സ്ഥലം, അത് ഗൈസ് കിഡ്സിന് കളിക്കാനുള്ള ഏരിയ. ഇതിൽ അത്യാവശ്യം കുറേ റൈഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ നമുക്ക് ഓരോ റൈഡും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ അധികം ലാഗ് ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനത്തിൽ ഞാൻ എൻ്റെ തല കൊണ്ട് ഇടിച്ചു, എൻ്റെ കിളിയൊക്കെ പറന്നുപോയി. അവിടെ കുറേ സമയം കളിച്ച് ഇനി നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിനോട് നമ്മൾ ടാറ്റാ ബൈ ബൈ പറയണേ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു പുളിമരം ഉണ്ടായിരുന്നു. അതിൽ പുളി പറിക്കാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ എത്തുന്നില്ല. നല്ല ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനാണ് പോകേണ്ടത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി വരുന്നത് വരയ്ക്കും ഇതിലുണ്ടായിരുന്ന കുറച്ച് ഡൂഡിൽസൊക്കെ വെറുതെ നോക്കിയിരിക്കലായിരുന്നു പണി. അപ്പോൾ ഇത് ഈ ഫുഡ് എത്തിയതാണ് ഞാൻ ഓർഡർ ചെയ്ത ബിരിയാണി. ഇവിടുന്ന് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് പണിയാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത്. ബട്ട് ഇവിടുത്തെ കുറച്ചും കൂടി റഫായിട്ടുള്ള ബിരിയാണിയാണ്. അധികം മസാലാസൊന്നുമില്ല, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എത്ര കുത്തിയിട്ടും കിട്ടുന്നില്ല, നല്ല ഫ്രീസായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയോ കുറച്ച് തണ്ണിയിട്ട് ഞാൻ തിന്നേനു. ആ ഐസ്ക്രീമും തിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ഫുൾ ചെടികളാണ്. പിന്നെ കുറേ വലിയ വലിയ റൈഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഒരു റൈഡിലും കയറിയില്ല. എൻ്റെ പേടി എന്നെ സമ്മതിച്ചില്ല ഗൈസ്. എനിക്ക് ഈ റൈഡ്സിൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടെ നോക്കിയാൽ പകുതി വയനാടും നമുക്ക് തന്നെ കാണാം. ഇത് സിബ് ലൈൻ വരുന്ന സ്ഥലമാണ്. ഇതാണ് ഗൈസ് നമ്മുടെ സിബ് ലൈൻ്റെ കമ്പി. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ കയറാത്തത് കേട്ടോ. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കമ്പി പൊട്ടിയാലുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഇതിലൊക്കെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് പേടിയാണ്. പിന്നെ അത് കണ്ട് എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഫുള്ളും റോസസിൻ്റെ ഗാർഡനാണ്. ഈ സൈഡിൽ ഫുള്ളും. പിന്നെ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ കല്ലുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ പേരറിയുന്നവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ഥലത്തോടും ചറ്റ ബൈ ബൈ പറഞ്ഞു വന്നു. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി ചെറുപ്പത്തിൽ പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്കായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും. ഇനി ഞാൻ പോകാനായിട്ട് പോകുന്നത് ഒരു ആദിവാസികളുടെ ഒരു സംഭവമുണ്ട്, എന്നൂർ എന്ന് പറഞ്ഞാൽ. അവിടത്തേക്ക് ജീപ്പിലേ പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജീപ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ ജീപ്പിൽ കയറി. പക്ഷേ ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയില്ല. ഈ ഡാൻസിന് എന്തോ ഒരു പേരുണ്ട്, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തിരിച്ചും ജീപ്പിലാണ് പോകേണ്ടത്. തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ജീപ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു വരുന്നത്. ഇനിയാണ് ഗൈസ് ഈ ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ, ജംഗിൾ സഫാരി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറൊരു ബസ്സിൽ കയറി. ബസ്സിൻ്റെ 4 സൈഡിലായിട്ട് 4 ലൈറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്തായിരുന്നു ഒരു ലൈറ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ വേണം കൺട്രോൾ ചെയ്യാൻ. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതായിരുന്നു. നമ്മൾ കുറേ ആനിമൽസിനെ കണ്ടു. കുറേ ആനകളെ കണ്ടു, പിന്നെ ഒരു റാബിറ്റിനെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, പിന്നെ ഫുള്ളും കുറേ മാനിനെ കണ്ടു. മാനിനെ കണ്ട് മടുത്തു ഗൈസ്. കറക്റ്റ് ടൈമിലായിരുന്നു എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞത്. അപ്പോൾ ആനേനെ അടുത്തുനിന്ന് കണ്ടതൊന്നും എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കാട്ടുപോത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.